നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും ഭീതിയുടെ നിഴൽ പരത്തിയ ഇറാൻ ഇസ്രായേൽ സംഘർഷം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നതോടെ ലോകം വീണ്ടും ആകാംക്ഷയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഏത് അസന്തുലിതാവസ്ഥയും സമ്പദ് വ്യവസ്ഥയിലും വ്യാപാരത്തിലും എണ്ണ വിതരണത്തിലുമുള്ള കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. ഈ സംഘർഷത്തിന്റെ നാൾവഴികൾ നോക്കിയാൽ 2024 ഏപ്രിൽ 1 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാനിന്റെ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തു. തുടർന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് റസ സഹേദ് ഉൾപ്പെടെ 13 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തുടർന്ന് ഏപ്രിൽ 13 ഇസ്രായേലിൽ ഇറാന്റെ വ്യോമാക്രമണവും നടന്നു. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖമനേയി പോർവിളി നടത്തി. ഇറാൻ തങ്ങളുടെ ദൗത്യത്തിന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന പേരും നൽകി. തുടർന്ന് ഏപ്രിൽ 19 ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണം. ജൂലൈ 31 ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിലെ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചു. ഒക്ടോബർ 1 ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്ന പേരിൽ ഇസ്രായേലിലെ ടെൽ അവീവിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും നടന്നു. അതിനു പിന്നാലെ ഇസ്രായേൽ ഒക്ടോബർ 26 ഇറാനിൽ വ്യോമാക്രമണവും നടത്തി. തുടർന്ന് ഇപ്പോൾ ജൂൺ 13 ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ഉള്ളിൽ നിന്നും കൂടാതെ വ്യോമാക്രമണത്തിലൂടെയും ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ്. അന്നേ ദിവസം തന്നെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയും ചെയ്തു. ആണവ കരാറിൽ ധാരണ എത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചതോടെ അമേരിക്ക എന്ത് നിലപാടെടുക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിനെ സഹായിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ സൈനിക ബേസുകൾ ആക്രമിക്കുമെന്ന് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾക്ക് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിനും അമേരിക്കയുടെ മറുപടി കാത്തിരിക്കുകയാണ്. ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയുമായി ഇനി ആണവ ചർച്ചകൾ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതികളെപ്പറ്റി പതിറ്റാണ്ടുകളായി ചർച്ചകൾ നടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് 1980കളുടെ അവസാനം മുതൽ 2003 വരെ ആണവ സ്ഫോടക വസ്തു വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഇറാൻ നടത്തിയെന്നാണ്. 2009 ഫോർഡോയിൽ ഇറാൻ ഒരു ആണവ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നു എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതോടെ ആണവായുധം നിർമ്മിക്കാതിരുന്നാൽ ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാം എന്ന ധാരണയിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച കരാർ 2016 പ്രാബല്യത്തിൽ വന്നു. ഈ കരാർ പ്രകാരം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് കുറച്ചു. ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനവും നിർത്തി. എന്നാൽ 2018 ഒന്നാം ട്രംപ് ഭരണകാലത്ത് അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറി. വീണ്ടും ഇറാന് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇതോടെ ഇറാൻ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം തുടങ്ങി. ഇപ്പോൾ വീണ്ടും ആണവ കരാറിന് അമേരിക്ക ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്നും പകരം പരിമിതപ്പെടുത്തുമെന്നും ഇറാൻ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഇസ്രായേലിന്റെ ആക്രമണവും തുടങ്ങി. ഇസ്രായേലിന്റെ നിലനിൽപ്പിനും ലോകത്തിനും ഭീഷണിയായ ഇറാന്റെ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ഉള്ളതിനാലാണ് തങ്ങൾ ആക്രമണം തുടങ്ങിയത് എന്നാണ് ഇസ്രായേലിന്റെ വാദം. അമേരിക്കയുടെ അറിവോടെ തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. ഇസ്രായേലിനെ നശിപ്പിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. ഈ സമയത്താണ് ഇറാൻ സുരക്ഷാ കരാർ ലംഘിച്ച് നിയമവിരുദ്ധമായ ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസികൾ പ്രസ്താവന നടത്തിയത്. ആണവ പോർമുന നിർമ്മിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇറാൻ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാനിൽ വളരെ രഹസ്യമായി ബാലിസ്റ്റിക് മിസൈലിൽ ആണവായുധം കൂട്ടിച്ചേർക്കുവാനുള്ള പ്രവൃത്തികൾ നടക്കുന്നുവെന്നും ഇസ്രായേൽ ആരോപിക്കുകയാണ്. 1 ടൺ ആണവ പോർമുന വഹിക്കുവാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം ഇറാൻ ഇപ്പോൾ നടത്തുകയാണെന്നും വരുന്ന 3 വർഷത്തിനുള്ളിൽ 10,000-ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി അവർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. ഇനി ആയുധശക്തിയുടെ കാര്യം നോക്കിയാൽ ഒരു പടി മുന്നിൽ തന്നെയാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേലിന്റെ പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ എന്നിവയൊക്കെ ഭേദിച്ച് ചില ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത് യുദ്ധം കൂടുതൽ വിനാശകരമായ തലത്തിലേക്ക് നീങ്ങുന്നുവെന്നും സൂചിപ്പിക്കുകയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതോടെ ഇസ്രായേലിന് ഇപ്പോൾ ശക്തമായ വ്യോമാക്രമണം അവിടെ നടത്തുവാനും കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുവാനോ നിർവീര്യമാക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്നത്
ഇനിയും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ അവസരത്തിൽ ഇസ്രായേൽ ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത വിധത്തിൽ ഇറാനെ തളർത്തുവാനുള്ള നീക്കത്തിലാണ്. പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരും സൈനിക മേധാവികളും കൊല്ലപ്പെട്ട ഈ യുദ്ധ നീക്കത്തിനായി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇസ്രായേൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്നും ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പുതിയ സംഭവ വികാസങ്ങൾക്കായി കാത്തിരിക്കാം. അപ്ഡേറ്റ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.